സാധാരണ സലഫികളെ കുറിച്ച് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയില്ലാത്ത ആളുകളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഇല്ലാത്ത ആളുകളാണ്, കൂട്ടുപ്രാർത്ഥന ഇല്ലാത്ത ആളുകളാണ്. ഞാനിപ്പോ ഇവിടെ ഈ പ്രസംഗത്തിനിടയിൽ എത്രയോ തവണ പ്രാർത്ഥിച്ചു അല്ലേ? പലരും ആമീൻ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു എത്രയോ തവണ, അപ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു പ്രാർത്ഥനയാണ്. ബാങ്ക് കൊടുത്തപ്പോ നമ്മളൊക്കെ ഈ പ്രസംഗം നിർത്തിയിട്ട് അവിടെ സ്വലാത്ത് നബിയുടെ മേലിൽ ചെല്ലി എന്നിട്ട് ബാങ്കിന് ശേഷമുള്ള പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചു. അതൊക്കെ പ്രാർത്ഥനയാണ്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സലഫിയായ സഹോദരൻ സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിനിന് പോകാനുണ്ടാവും, ചിലപ്പോൾ ഫ്ലൈറ്റിന് പോകാനുണ്ടാവും, ബസ്സിന് പോകാനുണ്ടാവും. അവന് വേഗത്തിൽ പോകാം, ജമാഅത്ത് അവന് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അവന് വേഗം പോകാം. ശരി, പോകുന്ന വഴിക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ദിക്ർ ചെല്ലാം. അവിടെ സമയമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒറ്റക്കൊറ്റക്കിരുന്ന് എന്റെ ഉമ്മയുടെ പ്രശ്നം, എന്റെ വാപ്പയുടെ പ്രശ്നം, എന്റെ ജേട്ടന്റെ പ്രശ്നം, അനിയന്റെ പ്രശ്നം, കുട്ടിയുടെ പ്രശ്നം, എന്റെ പ്രശ്നമൊക്കെ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് തിരിഞ്ഞിരുന്ന് ഒരു കൂട്ടമായ ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ ആമീൻ പറയുന്നു എന്ന സിസ്റ്റം അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ പ്രൂഫ് പറയുന്നു. രണ്ട് കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു. മൂന്നാമത്തത് കേട്ടോളൂ. ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീബി പറയാൻ, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി പറയുന്നു, ഇദാ സല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ സലാം വീട്ടിയാൽ ലം യഖുഉദ്, പ്രവാചകൻ ഇരിക്കാറില്ല. ഇല്ലാ മിഖ്ദാറ മാ യഖൂലു, ഇത് പറയുന്നത് വരെയല്ലാതെ പ്രവാചകൻ ഇരിക്കാറില്ല. ഏത് പറയുന്നത് വരെ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറയുന്നത് വരെയല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാറില്ല. ഈ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം തന്നെ പരിശോധിച്ചാൽ കാണാം, ചില സമയങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്പസമയം കൂടി അവിടെ ഇരിക്കും. ആ ഇരുത്തത്തിന്റെ ലക്ഷ്യവും പറഞ്ഞു തന്നു. സ്ത്രീകൾ അങ്ങ് പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമത്തെ തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ്. പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ഇതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചോക്ക്. തൗഹീദ് പറയാൻ അത് മാത്രം മതി. അല്ലാഹുവേ, നീ തന്ന ഒന്നിനെ തടയാനോ, അല്ലാഹുവേ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, ഈ കൈതക്കാടിലെ മുസ്ലിങ്ങളെ, വ്യത്യസ്തമായ വിഭാഗത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ, ഒരു കാര്യം ഗൗരവത്തോടു കൂടി ഓർക്കുക. എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ, നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല റബ്ബേ. പിന്നെന്തിനാ കൂട്ടരെ റബ്ബല്ലാത്ത ഒരാളോട് ഈ കാര്യം പറയാൻ പോകുന്നത്? പടച്ചോനെ, എനിക്കൊരു കുട്ടിനെ കൊണ്ടാണ്. അല്ല തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ ആരുമില്ല. റബ്ബ് തന്ന ഒന്നിനെ, തരുന്ന ഒന്നിനെ തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്നെ വധിക്കാൻ, എന്നെ ആക്രമിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തീരുമാനിച്ചാലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തീരുമാനിക്കാതെ ഒരു പോറൽ എന്റെ ശരീരത്തിൽ ഏൽപ്പിക്കാൻ കഴിയില്ല. പടച്ചവൻ പരീക്ഷണമായി അത് എന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചാലല്ലാതെ. പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടുന്നു? എന്തിനാണ് അല്ലാഹു അല്ലാത്തവരെ തേടിപ്പോകുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ റബ്ബല്ലാത്തവരെ തേടിപ്പോകുന്നത്? നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറയുന്ന വാക്കാണത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾ സത്യം ചെയ്യുമ്പോ, നിങ്ങൾ ശപഥം ചെയ്യുമ്പോ അല്ലാഹുവിനെ തൊട്ടല്ലാതെ ഒരാളെയും സത്യം ചെയ്യാൻ പാടില്ല. ഇവിടെ വരുമ്പോ വലിയ പള്ളിയില്ലേ, അപ്പുറത്ത് സലഫി പള്ളിയില്ലേ, ഒരു പള്ളിയാണ് സത്യമെന്ന് പോലും മുസ്ലിങ്ങളെ നമ്മൾ പറയാൻ പാടില്ല. ഇല്ല, എന്റെ ഉമ്മയാണ് സത്യമെന്നല്ല ഒരു മുസ്ലിം പറയേണ്ടത്. എന്റെ വാപ്പയാണ് സത്യമെന്നല്ല ഒരു മുസ്ലിം പറയേണ്ടത്. മറിച്ചവൻ പറയേണ്ടത് വല്ലാഹി അല്ലാഹുവാണ് സത്യം. ഗൗരവമുള്ള കാര്യത്തിനാണ് സത്യം ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സത്യം ചെയ്യുക ഇല്ല. വളരെ ഗൗരവമുള്ള കാര്യത്തിനാണ് സത്യം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അള്ളാഹുവിനെ തൊട്ടല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തവനാണ്. അപ്പൊ ശിർക്കാണത്, ഗൗരവമുള്ള കാര്യമാണ്. എന്റെ വാപ്പയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം എന്നല്ല, ഇന്ന മരിച്ചുപോയ ഷെയ്ഖാണ് സത്യമെന്നല്ല, ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് സത്യമെന്നല്ല, ഈ മക്ബറയിൽ കിടക്കുന്ന ആളാണ് സത്യമെന്നല്ല. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, തളർച്ചയില്ലാത്ത, പാസ്റ്റ് ഇല്ലാത്ത, പ്രസന്റ് ഇല്ലാത്ത, ഫ്യൂച്ചർ ഇല്ലാത്ത, ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്
അവനാണ് സത്യം, അവനാണ് സത്യമെന്നാണ് മുസ്ലിമേ ഞാനും നിങ്ങളും പറയേണ്ടത്. പോരാ, അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇതാ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്ന് പറഞ്ഞില്ലേ, ചേർത്ത് വെച്ചോളൂ. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഒരു ഖബറിന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒരു മക്ബറയുടെ മുന്നിൽ ചെന്നു നിന്നാൽ, ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, ഒരു സിദ്ധന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, ഒരു ബീവിയുടെ മുന്നിൽ ചെന്നു നിന്നാൽ, ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കാഞ്ഞങ്ങാടിന്റെ പുറമുള്ള പൂച്ചക്കാറല്ലേ ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രശ്നമുണ്ടായത്, കേസുമായി കോടതിയിലുള്ള വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 500 ചില്ലാൻ പവൻ ഇരട്ടിപ്പിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ആ സ്വന്തം സ്വർണവും കുടുംബത്തിലെ സ്വർണവും വാങ്ങി 30-നും 40-നും ഇടയിൽ പ്രായമുള്ള ജിന്നുമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ തിരിച്ചു കിട്ടാതെ വരുമ്പോ എവിടെ സ്വർണമെന്ന് ചോദിച്ചപ്പോ ഒരു പൂജാകർമ്മം കൂടി ബാക്കിയുണ്ട്, അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാകണം, ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ പോലും ഉണ്ടാകരുത്, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊന്നു തീർത്ത ജിന്നുമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിന്റെ പേരിലാണ് ഈ സിദ്ധന്മാരുടെയും അതേ ഈ മാരണക്കാരുടെയും ഈ ബീവിമാരുടെയും ഈ തട്ടിപ്പിനിരയാകുന്ന എത്ര മനുഷ്യരുണ്ട്? ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർക്കതിലൂടെ പോകാം. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം ഇല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു ശൈലി അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല. പോരാ, പ്രവാചകൻ എന്തു പറഞ്ഞു എന്നറിയുമോ? തെളിവാണ് ഞാൻ പറയുന്നത്. മന്നതാ ഖാഹിനൻ ഔ സാഹിറ, ഒരു ജ്യോത്സ്യക്കാരനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഒരു മാരണക്കാരനെയോ ഒരാൾ സമീപിക്കുകയാണ്, അയാളോട് ഫസഅലഹു അൻ ഷൈഇൻ, ഒരു കാര്യത്തെ പറ്റി ചോദിക്കുകയാണ്, എന്നിട്ട് അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു. മുസ്ലിങ്ങളെ, കൈതക്കാരിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞിട്ടില്ല. ഇതാ പറയുന്നു, ഇസ്ലാം അനുവദിച്ച മന്ത്രമുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്. ഇതൊക്കെ ഓതി നിങ്ങൾ ശരീരം തടവിക്കോ, ആ രോഗിയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്ക്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായ പ്രാർത്ഥനകൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാന സമയമാകുമ്പോൾ ആയിഷ ബീവി മുത്തുനബിയുടെ കൈ പിടിച്ച് സൂറത്തുകൾ ഓതി ആ കയ്യിൽ പ്രിയപ്പെട്ടവരെ ഊതി തടവിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും വന്നതാണ്. എന്നാൽ ഈ ജിന്നുമ്മ പോലെയുള്ള തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കരിഞ്ചന്തയുടെയും കേന്ദ്രത്തിലേക്ക് ചെന്ന് വാപ്പയെ നഷ്ടപ്പെടുത്തുന്ന, ഉമ്മയെ നഷ്ടപ്പെടുത്തുന്ന, ജേഷ്ഠാനിയന്മാരെ നഷ്ടപ്പെടുത്തുന്ന, പണം ലാക്കാക്കി മാത്രം പ്രവർത്തിക്കുന്ന, തന്റെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന, ഈ അർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ പേരിൽ ചൂഷണം നടത്തുന്ന സർവ്വ ചൂഷണങ്ങൾക്കുമെതിരാണ് സുതാര്യതയുടെ മതമായ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ ഹദീസ് കേൾപ്പിച്ചിട്ടുള്ളത്. ഏഴാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റായ ധാരണയുള്ളത് എന്താണ്? സലഫി പ്രസ്ഥാനത്തിന് നേർച്ചയില്ല, ഒരു അറിവ് നടത്തി കൊടുക്കലില്ല, ഒരു പാവപ്പെട്ടവരുടെ പേരിൽ ഒരു ആടിന് അറുത്ത് കൊടുക്കാൻ പാടില്ല, ഇങ്ങനൊന്നും സലഫികളാരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, നിങ്ങളെ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ പോലും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം, അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ 3 എന്ന ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, കണ്ണൂക്ക് എന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല, 7ന്റെ ഒരു പുതിയ ആചാരം പഠിപ്പിച്ചിട്ടില്ല, 11ന്റെ 14ന്റെ 21-നോ 40-നോ ആണ്ടിനോ ഒരു പ്രത്യേക ആചാരം പഠിപ്പിച്ചിട്ടില്ല. കണ്ണൂക്ക് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങള്. വാപ്പ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം വാപ്പാന്റെ കണ്ണ് പോകുന്ന ദിവസം എന്നാ, കണ്ണ് പോക്കാണ്, അത് പിന്നെ കണ്ണൂക്കായി ചുരുങ്ങിയതാ. കണ്ണുപോക്ക് മനസ്സിലായില്ലേ? പുടുക്കള് കയറി കണ്ണു ചാടി പോവുക, അത് കണ്ണൂക്കായി. ഈ കൈതക്കാരിലെ മുസ്ലിങ്ങളെ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, സഹാബത്ത് എത്രയോ ആളുകൾ മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയി. ആര്? സഹാബത്ത് പലരും നബി ജീവിച്ചിരിക്കുമ്പോ. പക്ഷേ ഒരു സഹാബിയുടെ ബുഖാരിയില്ലേ, മുസ്ലിമില്ലേ, തിർമിദിയില്ലേ, നസായില്ലേ, ഇബ്നു മാജല്ലേ, എത്രയെത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം. എത്ര മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. ഖുർആനിലെ 6236 വചനങ്ങളില്ലേ. മുസ്ലിം ഉമ്മത്തെ ഇവിടെ എവിടെ പരതിയാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്ത് മരിച്ചുപോയപ്പോ, സഹാബ വനിതകൾ മരിച്ചുപോയപ്പോ, അവിടുത്തെ ഉമ്മമാര് മരിച്ചുപോയപ്പോ, സ്വന്തം മക്കൾ മരിച്ചുപോയപ്പോ ഒരൊറ്റ ഒന്ന് മതി, 2 എണ്ണം വേണ്ട, ഒരൊറ്റ ഒന്ന് മതി. ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിൽ 3ന്റെ അന്ന് ഒരു പ്രത്യേക ആചാരം, കണ്ണൂക്കെന്ന് പേരിടണ്ട, ഒരു പ്രത്യേക ആചാരം 3ന്റെ അന്ന് നടത്താനോ നടത്തിയതോ
ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളില്ല. 40 നടത്തിയതില്ല, ആണ്ട് നടത്തിയതിനില്ല. ഇല്ല കൂട്ടരെ, എന്റെ വാപ്പ മരിച്ചത് ഫെബ്രുവരി 10 അടുത്ത ഫെബ്രുവരി 10 വരുമ്പോ പടച്ചോനെ എന്റെ വാപ്പ പോയിട്ട് 1 കൊല്ലമായി, റബ്ബേ എനിക്കൊരു വയസ്സ് കൂടി റബ്ബേ ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണ്, എന്റെ ഭാഗത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ പൊറുക്കണേ, ഞങ്ങളെ ഏറെ പരിപാലിച്ച് പോറ്റി വളർത്താൻ നിന്റെ തൗഫീഖോടുകൂടി പരിശ്രമിച്ച ഞങ്ങളുടെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഖബറിന്റെ അടുത്തൊക്കെ ഒന്ന് അന്നും അല്ലാത്ത ദിവസമൊക്കെ ഒന്ന് പോയിട്ട് ആ വാപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. ഇതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ അന്ന് വാപ്പ മരിച്ച ദിവസത്തെ ഓർക്കുമ്പോ കല്യാണ പന്തൽ പോലെ പന്തലിട്ട് വാപ്പ മരിച്ച 3-ാമത്തെ ദിവസം, ഉമ്മ മരിച്ച 3-ാമത്തെ ദിവസം ആ കല്യാണം പോലെ പന്തലിട്ട് ചെമ്പുകൾ ഒരുങ്ങുന്ന അതേ എന്ത് ആഘോഷമാണോ ഇത്? ആണോ പ്രിയങ്കരിയായ ഉമ്മ മരിച്ചത് ആഘോഷമാണോ? വാപ്പ മരിച്ചത് ആഘോഷമാണോ? എന്നിട്ട് ആളുകൾക്ക് സദ്യ ഒരുക്കുകയാണ്, ഭക്ഷണം ഒരുക്കുകയാണ്. ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി മരണത്തെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, ഈ കിടക്കുന്ന മയ്യത്ത് കെട്ടിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ച് നടന്നു പോവുക. ഹൈദക്കാടിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന മദ്ഹബാകുന്ന ഷാഫി മദ്ഹബിലെ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തന്റെ അൽ അദ്ഖാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ പോകണം. സലഫികൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മുജാഹിദുകൾക്ക് ചെല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾ ഒരു ദിക്റും ഉറക്കെ ചെല്ലില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലി പോയിട്ടില്ല. ഒരു സഹാബിയും മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലി പോയിട്ടില്ല. നബിയോടുള്ള ഇഷ്ടമാണ്, സഹാബികളോടുള്ള മഹബ്ബത്താണ്, മുൻഗാമികളോടുള്ള ഇഷ്ടമാണ്, ഇസ്ലാമിന്റെ പാത സ്വീകരിക്കുവാനുള്ള താല്പര്യമാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം. അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ വലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, അതല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. ഇവിടെ വലിയൊരു പള്ളിയില്ലേ, ആ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ച അലമാരയിൽ ഒരു കിതാബ് ഉണ്ടാകും ഇമാം നബവിയുടെ. അതില്ലാത്ത പള്ളികൾ കുറവായിരിക്കും. അൽ അദ്ഖാർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറഞ്ഞു കൊടുക്കുക, മയ്യത്തിന്റെ കൂടെ നിങ്ങൾ മിണ്ടാതെയാണ് പോകേണ്ടത്. അവിടെ ശബ്ദമുയർത്തി ദിക്റോ ഖുർആനോ ഓതിക്കൊണ്ടല്ല നിങ്ങൾ പോവേണ്ടത് എന്ന് മഹാനായ ഇമാം നബവി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി നോക്കിക്കോ, അടുത്ത 8-ാമത്തെ കാര്യം. ഇനി ഒരു അറിവ്, ഒരു ബലി, ഒരു മൃഗത്തെ അറുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തോളൂ. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്ക്. ആ ഒരു ആടിനെ നിങ്ങൾ അറുത്തിട്ട് ഇറച്ചി അയൽവാസികൾക്ക് കൊടുക്ക്, ഒരു പൊത്തിനെ അറുത്തിട്ട് കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, പറ്റുന്ന ഇറച്ചിയോ ഭക്ഷണോ അരിയോ ഒക്കെ നിങ്ങൾ നാട്ടുകാർക്കൊക്കെ കൊടുക്ക്. അവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാവരും സഹായിക്ക്. പൊളിഞ്ഞു വീണ് കിടക്കുന്ന വീട് ഹൈന്ദവന്റെ വീടാണ്, അത് ശരിയാക്കി കൊടുക്ക്. മനുഷ്യത്വമാണ് അവിടെ നിലനിർത്തേണ്ടത്, സൗഹാർദ്ദമാണ് അവിടെ നിലനിർത്തേണ്ടത്. അവിടെ ഒന്നും ജാതി മതമില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറയെ തിന്നുന്നവൻ വിശ്വാസിയല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വയറു നിറയെ നീ ഭക്ഷണം കഴിക്കുന്നു, അയൽവാസി പട്ടിണി കിടക്കുന്നു. ജൂതനാണ് പ്രവാചകന്റെ ഒരു അയൽവാസി. എന്നിട്ട് ജൂതൻ ഇസ്ലാമിന്റെ ശത്രുവാണ്. അന്നും ശത്രുവാണ്, ഇന്നും ശത്രുവാണ്, ഇനി ഫ്യൂച്ചറിലും ശത്രുവാണ്, പാസ്റ്റിലും ശത്രുവായിരുന്നു. എന്നാൽ ആ ജൂതന്റെ മതം നോക്കാൻ പറഞ്ഞില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ നമ്മൾ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടേക്ക് കൊടുത്തയക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ഇറച്ചിയിൽ വിഷം കലർത്തി കൊന്നുകളയാൻ നോക്കി ജൂതൻ അള്ളാഹുവിന്റെ പ്രവാചകനെ. എന്നിട്ട് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ച് ബോഡി കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. കൂടെയുള്ള സഹാബികൾ, സഖാക്കൾ, അനുചരന്മാർ ചോദിച്ചു, അല്ലയോ നബിയെ, അതൊരു ജൂതന്റെ മയ്യത്തല്ലേ, ഒരു ജൂതന്റെ ബോഡിയല്ലേ, നമ്മൾ ആദരിക്കണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ആ സന്ദേശം കൈമാറുന്ന ഒരു വചനമാണ് പ്രവാചകൻ പറഞ്ഞത്. അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ, അതൊരു മനുഷ്യന്റെ ബോഡിയല്ലേ, എഴുന്നേറ്റ് നിൽക്കൂ, ആദരിക്കൂ എന്ന്. കണ്ടോ? അവിടെ ജാതി നോക്കിയോ? അവിടെ മതം നോക്കിയോ? അവിടെ വേറെ ഏതെങ്കിലും പരിഗണന ഉണ്ടായോ? ഇല്ല. എന്നാൽ എന്റെ വിശ്വാസം അടിയറ വെക്കാതെ കാത്തു സൂക്ഷിക്കണം.
അതിലൊന്നും തർക്കമില്ല. എനിക്ക് എന്റെ വിശ്വാസം സൂക്ഷിച്ചു പോകണം. അതാ ഈ രാജ്യം ഭരണഘടന ആർട്ടിക്കിൾ 25 പറയുന്നു. എന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അത് ആചരിക്കാം, അത് പ്രചരിപ്പിക്കാം. ആർട്ടിക്കിൾ 25 വായിച്ചോക്ക്. 26 പോ, 27 പോ, ആർട്ടിക്കിൾ 14 പോ. അവിടെയൊക്കെ മനുഷ്യന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പോരാ, ഓരോ മനുഷ്യനും മൗലികമായി കിട്ടേണ്ട അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നു. അതനുസരിച്ച് എനിക്ക് എന്റെ വിശ്വാസം സത്യമായി പുലർത്താം. പക്ഷെ ഒരാളെ ആക്രമിച്ചിട്ടല്ല, ഒരാളെ ദ്രോഹിച്ചിട്ടല്ല, ഒരു അയൽവാസിക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല, ഒരു നാട്ടുകാർക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല. എന്റെ വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കാം. എനിക്ക് പറ്റാത്തതാണെങ്കിൽ തുറന്നു പറയാം. മലക്ക് പോകാൻ മാലയിട്ട ഹൈന്ദവ സഹോദരൻ അതേ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, അത് തീവ്രവാദമല്ല, അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോ പറയും, ഞാൻ മാലയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസാണ്. അതേപോലെ മുസ്ലിം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു മാംസം കഴിക്കാൻ പാടില്ല, അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഏകദൈവ വിശ്വാസത്തിനെതിരായി പൂജിച്ച ഭക്ഷണം ഒരു ഏകദൈവ വിശ്വാസിയായ മുസ്ലിം കഴിക്കൂല, അത് വർഗീയതയല്ല മനുഷ്യരെ, മറിച്ച് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലേ? ക്രിസ്ത്യാനികൾക്ക് നൊയമ്പുണ്ട്, അവർക്ക് മാംസം കഴിക്കാൻ മാറ്റിവെച്ചാൽ മതി, മാംസവും മത്സ്യവും മാറ്റിവെച്ച് നോമ്പെടുക്കാം, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിമിന്റെ നോമ്പോ അവൻ ഒരു തുള്ളി വെള്ളം പോലും സുബഹി ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെ അസ്തമയം വരെ കുടിക്കാൻ പാടില്ല. ഉമിനീര് പോലും കരുതിക്കുട്ടി വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയണമെന്ന് പഠിപ്പിച്ച പ്രത്യേകമായ ഒരു മതവിശ്വാസത്തിന്റെ ശക്തിയുണ്ട്. അപ്പൊ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. അതെല്ലാം കണ്ടും കേട്ടും വളരുക, നമ്മുടെ മതവിശ്വാസത്തെ കൃത്യമായി പാലിക്കുക. അവിടെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും വിശ്വാസ രംഗത്ത് അടിയറ വെക്കേണ്ടതില്ല. എന്നാൽ യുദ്ധം നടക്കുമ്പോ നോക്ക്, നിങ്ങൾ ഒരു രാജ്യം മറുരാജ്യമായി യുദ്ധം നടക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഏതെങ്കിലും ആളുകളുടെ മഠങ്ങളെ തകർത്ത് കളയരുത് കേട്ടോ, കൃഷികളെ നശിപ്പിക്കരുത് കേട്ടോ, കുട്ടികളെ കൊല്ലരുത് കേട്ടോ, സ്ത്രീകളെ ഉപദ്രവിക്കരുത് കേട്ടോ, അതിരുകടക്കരുത് കേട്ടോ. ഇതാ മതം, ഇതാ മതം. അത് പഠിക്കണം, അത് പഠിക്കാത്തതാ പ്രശ്നം. അല്ലേ? ഒരു യുദ്ധം നടക്കുമ്പോൾ വരെ ലംഘിച്ചില്ലേ? ഫലസ്തീനിന്റെ മണ്ണിൽ ലംഘനം നടന്നില്ലേ? എത്ര ചർച്ചകൾ നടന്നു. ആ ലംഘനം പാടില്ല എന്ന് അള്ളാഹുവിന്റെ മതം പറയുകയാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ സമയം നിശ്ചയിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കടന്നു പോകുന്ന സ്ത്രീകളെയോ കുട്ടികളെയോ കൊല്ലരുത്. ഫലസ്തീനിൽ മരിച്ചു വീണ 10,000 ആളുകളിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ നിഷ്കാപ്പറ്റരായ കുട്ടികളാണ്. അടുത്ത തലമുറയെ തന്നെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഗൂഢനീക്കങ്ങളുടെ ഹിഡൻ അജണ്ടകളുടെ ഭാഗമായി കുട്ടികളെ കൊന്നു തീർക്കുന്നു. അവർക്കെന്തു മതം? ജൂതന്മാർക്കെന്തു മതം? എന്തു നീതി? അല്ലേ? ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ 60 ലക്ഷം ജൂതന്മാരെ കൊന്നിട്ടുണ്ട്, കുറച്ച് ജൂതന്മാരെ ഞാൻ ഇവിടെ ബാക്കി നിർത്തുന്നു. എന്തിനെന്നറിയുമോ? നിങ്ങൾ അറിയണം ആരാണ് ജൂതന്മാരെന്ന്, അവരുടെ സ്വഭാവം എന്തെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ജൂതായിസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ മുഴുവൻ ജൂതന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയും, പക്ഷെ ഞാൻ ബാക്കി വെക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ പഠിക്കാൻ. ഹിറ്റ്ലർ പറഞ്ഞതാ, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിനുള്ളിൽ കുളിർമയേകുന്ന ഒന്നാണ്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? അബുൽ കലാം ആസാദാണ്. ഗാന്ധിജിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ട് ബാങ്ക് വിളിച്ചാലോ ഗാന്ധിജിയോട് പറയും, ഞാൻ നമസ്കരിച്ചിട്ട് വരാൻ. കണ്ടോ? ഗാന്ധിജിക്ക് ഒരു വെറുപ്പ് തോന്നിയോ? ഇല്ല, ഇല്ലാന്ന്. അപ്പൊ വിശ്വാസം എങ്ങനെ? അത് പാലിച്ച് മുൻഗാമികൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ 8ാമത്തെ കാര്യമായി പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ബലി, ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക, എന്നാൽ അത് ദൈവനാമത്തിലായിരിക്കണം. കൂലിയോ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു മക്ബറയിൽ കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന ഒരാളുടെ പൊരുത്തമോ ഇഷ്ടമോ പ്രീതിയോ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല. കേട്ടോളൂ, പണ്ഡിതന്മാരെ പറയാ, ഈ കൈതക്കാടൊക്കെ തിങ്ങി താമസിക്കുന്ന മുസ്ലിങ്ങളെ, നമ്മുടെ കിതാബിൽ പറയുന്ന, പുസ്തകത്തിൽ പറയുന്ന, ഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്കാണ് ഒരു ബലികർമ്മം നടക്കുകയാണ്, അറുക്കുകയാണ്. ഫൽ മുറാദ് ബിഹി അൻ യദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല കമൻ ദബഹ ലിസ്വനമി അബി സ്വലീബി ഔ ലിമൂസ ഔ ലീസ ഔ ലിൽ കഅബ. എന്താ പറഞ്ഞത്? കഅബയെ മുസ്ലിങ്ങൾ 5 നേരം തിരി നമസ്കരിക്കുന്ന ലോകത്തിലെ 1ാമത്തെ ഭവനം,
ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനം, ആ ഭവനത്തിന്റെ പേരിൽ പോലും അറുക്കാൻ പാടില്ല. അതാ പറഞ്ഞ ഇസ്ലാം. ആ കഅബയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെ പേരിലാകട്ടെ, അതല്ലെങ്കിൽ ഈസാ നബിയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ മൂസാ നബിയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിലാകട്ടെ, ആരെ പേരിലാണെങ്കിലും നോക്കൂ, എന്നിട്ട് പറയുകയാണ് ഇനി എല്ലാം എണ്ണാൻ കഴിയില്ലല്ലോ. കഅബയുടെ പേരിലാകാം, മുഹമ്മദ് നബിയുടെ പേരിലാകാം, മൂസാ നബിയുടെ പേരിലാകാം, ഈസാ നബിയുടെ പേരിലാകാം, പുണ്യപുരുഷന്മാരുടെ പേരിലാവാം, അതല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെ പേരിലാവാം, ആരുടെ പേരിലായാലും ശരി, ഫകുല്ലു ഹാദാ ഹറാം. ആ അറിവുകൾ നിഷിദ്ധമാണ്, അറുക്കാൻ പാടില്ല. അങ്ങനെ എന്താ കാരണം? വലാ തഹല്ലു ഹാദിഹി ദബീഹ സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയ. അറുത്തത് ക്രിസ്ത്യാനിയാകാം, അറുത്തത് മുസ്ലിമാവാം, ആരറുത്താലും ആ അറിവ് ശരിയാവുകയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രീതി ആഗ്രഹിച്ചോ ഖബറിൽ കിടക്കുന്നവന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല നമ്മളൊരു ദാനധർമ്മം ചെയ്യുക, ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക, ഒരു പുണ്യകർമ്മം ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ടകടാഹങ്ങളുടെ അധിപനായ, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, ഈ ലൈറ്റിനു ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികളെ സംവിധാനിച്ച് ഈ ഭൂമിയെ മുഴുവനും ഒരുക്കിത്തന്ന, ആകാശത്തിന്റെ മേൽക്കൂര ഒരുക്കിത്തന്ന വാരിമിതറിയ മിൻഹാമിനുങ്ങളെ, എത്ര വലിപ്പമാണത്! 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലിപ്പമുള്ള സൂര്യനെ സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെയാണ്, അവന്റെ കൂലിയാണ്, അവന്റെ പ്രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് ഈ ഇബാറത്ത് അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടോളൂ, നസ്സ അലൈഹി ശാഫിഈ, ഈ വിഷയത്തിൽ ഇമാം ഷാഫി, അതേ ഇമാം ഷാഫി, വത്തഫഖ അലൈഹി അസ്ഹാബുനാ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ഐക്യകണ്ഠേന ഇത് കൃത്യമായി സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചതാണ്. ഇതൊക്കെ കൃത്യമായി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ കിടക്കുകയാണ്. ഒരാൾ നേർച്ച കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഖബറിലുള്ളവന്റെ പ്രീതിയോ പൊരുത്തമോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ നേർച്ചയാക്കുന്നതെങ്കിൽ അവന്റെ നേർച്ച ബാത്തിലാണ്. കാരണം എന്താ? അല്ലാഹുവിലേക്ക് മാത്രമാണ്, അവന്റെ സൃഷ്ടികളിലേക്ക് പൊരുത്തം ആഗ്രഹിക്കരുത്. ഇതൊക്കെ ഏകദൈവ വിശ്വാസത്തിന്റെ വഴികളാണ്. കാരണം ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഏക സൃഷ്ടാവ്, അവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവനും, ഈ സസ്യലതാദികളെ മുഴുവനും, ഈ മരങ്ങളെ മുഴുവനും, ഇവിടുത്തെ ചെറിയ കൊച്ചു പ്രാണികളെ മുഴുവനും, എന്റെയും നിങ്ങളുടെയും മൂക്കും വായും മൂടിക്കെട്ടിപ്പിച്ച കൊറോണ എന്ന് പേരിട്ട് വിളിച്ച രോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയ ആകട്ടെ, വൈറസ് ആകട്ടെ, ആരാകട്ടെ, ഏത് തരത്തിലുള്ളതാകട്ടെ, എല്ലാറ്റിനെയും സംവിധാനിച്ചത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ചിലത് പരീക്ഷണാവും, ചിലത് മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ ഉപകാരമാകും, ചിലത് ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കാൻ ഇവിടെ ആവശ്യമാണ്. എല്ലാറ്റിനെയും സംവിധാനിച്ചിട്ടുള്ളത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ആ റബ്ബിലേക്കാണ് മുഅ്മിനീങ്ങളെ നമ്മൾ മടങ്ങേണ്ടത്. ആ റബ്ബിലേക്കാണ് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ പോവേണ്ടത്. അവന്റെ മുന്നിലേക്കാണ് ദുആ പോകേണ്ടത്. കാരണം ദുആ അവന്റെ മുമ്പിലേക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? അതുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. റബ്ബല്ലാത്ത ആളുകളോട് ഇന്ന് മനുഷ്യർ, അത് മുഹമ്മദ് നബിയോട്, ഈ അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോ ഇവിടുത്തെ മനുഷ്യരോട് ഞാൻ പറയാ, എന്റെ സംസാരം മുഹമ്മദ് നബി ആരാധിക്കണേ എന്ന് പറയാനാണെങ്കിൽ, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണേ എന്ന് പറയാനാണെങ്കിൽ, ഇതൊരു വർഗീയതയുടെ സംസാരമാണ്. ഇത് പറയാനല്ല ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. മുഹമ്മദ് നബിയെ ലോകത്തിന് സമ്മാനിച്ച, യേശു ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിച്ച, അതേ ശ്രീനാരായണ ഗുരുവിനെ ലോകത്തിന് സമ്മാനിച്ച, അങ്ങനെ ലോകത്ത് കടന്നുപോയ ഋഷിവര്യന്മാരെ ലോകത്തിന് സമ്മാനിച്ച, പ്രവാചക ഗുരുവര്യന്മാരെ ലോകത്തിന് സമ്മാനിച്ച, അതേ ആകാശത്തിന്റെ മേലാപ്പുകൾ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പുകൾ മാത്രം ഈ ഭൂമിയെ 2 തവണ ചുറ്റാൻ വലിപ്പമുണ്ട്. ഒരൊറ്റ മനുഷ്യന്റെ രക്തക്കൊയിലുകൾക്ക് എന്ന് ശാസ്ത്രം വിളിച്ചു പറയുമ്പോ ഈ രക്തക്കൊയിലുകളും നാഡികളും ഒരുക്കി തന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അതിന് ന്യായം ശിഹാബ് അടക്കര പറയുകയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ ന്യായമായി ഖുർആൻ പറഞ്ഞത്
ഓർഡറിലല്ല ഞാൻ പറയുന്നത്. പ്രസംഗത്തിന്റെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ചിലത് മാത്രം പറയട്ടെ. ഒന്ന്, ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആരെയാണോ റബ്ബിന് പുറമെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ബദിരിങ്ങളെ എന്ന് വിളിക്കുമ്പോ അവർ മനുഷ്യരാണ്, അവർക്ക് മുമ്പ് മനുഷ്യരുണ്ട്, എന്നാൽ അവർ സാധാരണ മനുഷ്യരല്ല. അതിൽ മുത്ത് നബി അടക്കമുള്ള പ്രവാചകനുണ്ട്. സഹാബത്ത് എന്ന് പറയുന്ന ഔലിയാക്കന്മാരാണ്. അവരെ നമ്മെ പോലെ സാധാരണ മനുഷ്യരായി എണ്ണുകയല്ല, പക്ഷെ അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. മുഹ്ദി ശൈഖ് എന്ന് വിളിക്കുമ്പോ മുഹ്ദി ശൈഖ് അള്ളാഹുവിന്റെ അടിമയാണ്. മമ്പറന്തങ്ങളെ എന്ന് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ അടിമയാണ്. അങ്ങ് തിരുവനന്തപുരത്തെ ഭീമാ ഉമ്മാച്ച എന്ന് വിളിക്കുമ്പോ, തൊട്ടുപ്പുറത്തെ കടുവാപ്പള്ളിയിലെ ശൈഖിനെ വിളിക്കുമ്പോ, ഇങ്ങ് കാസർഗോഡിലെ തോട്ടക്കണക്കിനുള്ള കബറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ കേരളത്തിന്റെ ഒരതിർത്തിയിൽ നിന്ന് മറു അതിർത്തിയിലേക്ക് പോകുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കിയ മക്ബറകളുണ്ടോ അവിടെയൊക്കെയുള്ള ശൈഖുമാരെ ബീവിമാരെ വിളിക്കുമ്പോ ഒരു കാര്യം ഖുർആൻ പറയുകയാണ്, ഇബാദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ മരണമുള്ള, ക്ഷീണമുള്ള, ഉറക്കമുള്ള, തളർച്ചയുള്ള, അസുഖം വരുന്ന, രോഗം ബാധിക്കുന്ന, എഴുന്നേൽക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. രണ്ടാമത് പറയുന്നു പരിശുദ്ധ ഖുർആൻ, നോക്കൂ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈആ. രണ്ടാമത്തെ ന്യായം കേട്ടോളൂ, ഇവരാരും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഈ മൊയ്തീൻ ശൈഖ് ആകട്ടെ, അതേ മൊയ്തീൻ ശൈഖ് നല്ലൊരു പണ്ഡിതനാണ്, അതിലൊന്നും തർക്കമില്ല, റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് വലിയ സ്ഥാനം പരലോകത്ത് കൊടുക്കുമാറാകട്ടെ. പക്ഷേ മൊയ്തീൻ ശൈഖ് ലോകത്തൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ലോകത്ത് ഇന്ന് ഏതൊക്കെ ശൈഖുമാർ മരണപ്പെട്ടു പോയ കോഴിക്കോട് ജില്ലയിലെ CM എന്ന് പറയുന്ന കെട്ടുകഥകൾ പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസരംഗത്ത് നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന, വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന CM ആണെന്ന് പറയുന്നു, ട്രെയിനുകളെ നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയുന്നു, മരിച്ചു പോയിട്ടും കബറിൽ കടന്നുകൊണ്ട് എല്ലാം കാണുന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നൂടെ എന്ന് ചോദിക്കാൻ പാടില്ല, എല്ലാം അവിടെ കടന്നുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന CM എന്ന് പറയുന്ന വ്യക്തി കേൾക്കണേ, ലാ യഖ്ലുഖൂന ശൈആ, ഖുർആൻ പറയാ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. പോരാ, വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഖുർആന്റെ മൂന്നാമത്തെ ന്യായം. നാലാമത്തെ ന്യായം കേട്ടോളൂ, അംവാതുൻ ഗൈറു അഹ്യാ, അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടു പോകുന്നവരാണ്. അള്ളാഹുവിന് മരണമില്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥന് മരണമില്ല. ഹൈന്ദവന്റെ, ക്രൈസ്തവന്റെ, മുസ്ലിമിന്റെ മതമുണ്ട് എന്നില്ല എന്നൊക്കെ പറയുന്നവരുടെ, ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ മഹാശക്തിക്ക് മരണമില്ല. അവന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല, അവന് ക്ഷീണമില്ല, തളർച്ചയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ക്ഷീണല്ല, മയക്കല്ല, ഉറക്കല്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്, എല്ലാവരുടെയും സ്രഷ്ടാവാണ്. അതുകൊണ്ട് മരിച്ചു പോകുന്നവരെ, ശരീരം പിന്നെ എന്താ പറയുക, ദ്രവിച്ചു പോകുന്നവരെ, അവരെ നിങ്ങൾ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മാത്രമല്ല ഖുർആൻ പറയാണ്, വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഈ കബർ കിടക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല ഇനി ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. അത്ര ദുർബലരാണ് അവർ. അടുത്ത കാരണം കേട്ടോളൂ, അഞ്ചാമത്തെ കാരണം, ഇൻ തദ്ഉഹും, ഇനി നിങ്ങൾ അതുപോലെയുള്ള ആളുകളോട് ദുആ ചെയ്താൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഖബറിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറയുമ്പോ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. പ്രാർത്ഥിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ നാഥനോടാണ്, പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിന്റെ രക്ഷിതാവിനോടാണ്. നിങ്ങൾ റബ്ബല്ലാത്ത ആരോട് നിങ്ങൾ ദുആ ചെയ്താലും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അടുത്തത് ആറാമത്തെ വാദം എന്താണ് ഖുർആൻ പറയുന്നത്? ഇനി നിങ്ങൾക്ക് തർക്കത്തിനു വേണ്ടി, കുതർക്കത്തിനു വേണ്ടി, വിതർക്കത്തിനു വേണ്ടി, ഖണ്ഡന മണ്ഡനങ്ങൾക്ക് വേണ്ടി കേൾക്കുമെന്ന് സമ്മതിച്ചു തന്നാൽ തന്നെ ഖുർആൻ പറയാ, വലൗ സമിഉ, കേൾക്കുമെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരുകയില്ല. പിന്നെന്തിനാ ദുആ ചെയ്യുന്നത്? ഇത് അല്ലാഹു പറഞ്ഞതാണ്. അടുത്ത കാരണം കേട്ടോളൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം കേട്ടോളൂ, അവർ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങളുടെ ദുആഇനെ തൊട്ടവർ അശ്രദ്ധരാണ്. എട്ടാമത്തെ കാരണം കേട്ടോളൂ, നാളെ പരലോകത്തവർ നിങ്ങൾ ചെയ്ത ഈ ദുആഇനെ, ശിർക്കിനെ എതിർക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നത്. ഒമ്പതാമത്തെ കാരണം കേട്ടോളൂ, വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ,
അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്ത് പറയുന്ന സ്ഥലത്ത് ഇത് ഖാല ലിഇബ്നി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ഷൈആ. 8ഉം 9ഉം 10ഉം കാരണങ്ങളൊക്കെ അവിടെ വന്നു. ദാ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഈ അർത്ഥത്തിലുള്ള ആളുകളോട് എന്തിനാണ് നിങ്ങൾ തേട്ടം നടത്തുന്നത്? എല്ലാം കാണുന്ന മനുഷ്യരുടെ മുഴുവൻ സ്രഷ്ടാവായ, സർവ്വജീവജാലങ്ങളുടെയും സ്രഷ്ടാവായ ആ റബ്ബിനോടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൈതക്കാടിലെ മനുഷ്യരെ, മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്തവരെ, മനുഷ്യരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷിതാവായ ഒരു റബ്ബ്, ഒരു ദൈവം, മഹാശക്തി, അവനാണ് നമ്മളെ ജനിപ്പിച്ചത്, അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ സെക്കൻഡിലും 3 പേരെ മരിപ്പിക്കുന്നത്, ഓരോ സെക്കൻഡിലും 2ഓ 3ഓ ആളുകളെ ജനിപ്പിക്കുന്നത് ഒക്കെ അവനാ. അതുകൊണ്ട് അവന്റെ മുന്നിലേക്കുള്ള മടക്കമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോ അതൊക്കെ ഒരു മുസ്ലിങ്ങളുടെ പ്രസംഗല്ലേ എന്ന നിലക്ക് തള്ളിക്കളയണ്ട. മരിച്ചിട്ട് നമുക്കൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഇല്ലാന്ന് ഇപ്പൊ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നുപോയില്ലേ, എത്ര കേസുകളായിരിക്കും കൈകാര്യം ചെയ്യുക, എത്ര കേസുകളായിരിക്കും. ചിലപ്പോൾ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ചിലത് തെളിയിക്കാൻ പറ്റും, ചിലത് തെളിയിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ വേഗം ചിന്തിച്ചു നോക്ക്, അവിടെ ഒന്ന് സംസാരിച്ച് നോക്കി നിങ്ങൾ, അവർക്ക് വേഗം മനസ്സിലാവും. എന്താ കാരണം? എത്ര കേസുകൾ തെളിയിക്കാൻ പറ്റാതെ പോകും. ചിലപ്പോൾ അവരെന്നെ ചെയ്തത് നമുക്ക് തോന്നും, പക്ഷെ തെളിവ് നമുക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ? കിട്ടണം. കിട്ടുന്നൊരു ലോകം ആവശ്യമാണ്. അതുകൊണ്ട് ആ ലോകത്തെ എത്തി നാളെ രക്ഷപ്പെടാനുള്ളൊരു മാർഗത്തെ കുറിച്ചാണ് ഇസ്ലാം ചർച്ച ചെയ്യുന്നത്. ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുക. ഈ പരിസരത്ത് എവിടെയാണോ ഖബർസ്ഥാനുള്ളത് അവിടേക്ക് പോവുക, ഖബറാളിക്ക് സലാം പറയുക. ആ സലാം ഖബറാളിക്ക് എത്തിക്കാൻ അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളോട് സലാം പറയാനാണ് പറഞ്ഞത്. ശരി, ആ ഖബറിടം നമ്മൾ സന്ദർശിക്കുന്നത് പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്, എന്നാൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിടം സന്ദർശിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കാനാണ്, പരലോകത്തെ ഓർക്കാനാണ്, എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാനാണ്. ഞാൻ നല്ല കണ്ണാടിക്ക് മുന്നിൽ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ ബോഡി നോക്കി അഭിമാനം കൊള്ളുമ്പോൾ ഖബറിടത്തിലേക്ക് ചെല്ലുമ്പോൾ എത്ര നല്ല തടിയാണെങ്കിലും, എത്ര നല്ല ആ ഫിറ്റ്നസ് ഉള്ള ബോഡിയാണെങ്കിലും, ഇതൊക്കെ വിട്ടിട്ട് നാളെ ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ. ഏതു വലിയ തമ്മാടിത്തങ്ങൾ ചെയ്ത് ആരെ തോൽപ്പിച്ചാലും ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചുമലിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് പറഞ്ഞു, അല്ലേ, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു, ആയിഷ, എന്തൊരു വേദനയാണ് മരണത്തിന് ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞത് ആരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കട്ടിലിലേക്ക് വരുമ്പോ, നമ്മുടെ കാറിലേക്ക് വരുമ്പോ, നമ്മുടെ ട്രെയിനിലേക്ക് വരുമ്പോ, നമ്മുടെ ഫ്ലൈറ്റിലെ തേടി വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാടത്തേക്ക് നമ്മെ തേടി വരുമ്പോ, നമ്മുടെ കൃഷിയിടത്തിലേക്ക് നമ്മെ തേടി വരുമ്പോ, ഏത് കോട്ട കുത്തലങ്ങളിൽ ഒളിച്ചാലും അവിടെ നമ്മെ മരണം തേടി വരുമ്പോ, ഇങ്ങനെ ആ ഒരു നാവുള്ളിലേക്ക് വലിഞ്ഞ് ഒരു പ്രത്യേക ശ്വാസം വലി തുടങ്ങുമ്പോ, പടച്ചവനെ, നന്നാകാൻ പറ്റുമായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, റബ്ബേ ശരിയായാൽ മതിയായിരുന്നു, ഒരു ദിവസം കൂടി അവസരം തന്നാൽ എല്ലാം പശ്ചാത്തപിച്ച് കണ്ണീരോടുകൂടി നിന്നോട് മാപ്പ് പറഞ്ഞ്, പടച്ചവനെ, ബാധ്യതകൾ തീർത്ത്, റബ്ബേ നിന്റെ മുമ്പിൽ കേണപേക്ഷിച്ച് മാപ്പ് ചോദിച്ച് പശ്ചാത്തപിച്ച് നന്നാവാൻ ഞാൻ ശ്രമിക്കും, ഉറപ്പാണ്, മാറ്റമില്ല. അല്ല പറയുന്നു, ഇല്ല സുഹൃത്തെ, ഇല്ല മനുഷ്യ, നിനക്ക് 60 കൊല്ലം തന്നു, 50 കൊല്ലം തന്നു, 40 കൊല്ലം തന്നു, 70 കൊല്ലം തന്നു, അല്ലേ, ഇനി നിനക്ക് അവസരമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വല്ലാത്ത ഘട്ടം നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അവിടെ വിശ്വാസങ്ങൾ അപ്പം മാറ്റുരച്ചിട്ട് കാര്യമില്ല. അവിടെ വിശ്വാസം മാറ്റുരച്ചിട്ട് കാര്യമില്ല.
ഖബർ കെട്ടിപ്പൊക്കിയ ആളുകളുണ്ട്, അവിടെ പോയി സങ്കടം പറഞ്ഞവരുണ്ട്, കൈ ഖബറിന്റെ മേലെങ്ങനെ ജാറത്തിന്റെ മേലെങ്ങനെ വെച്ചിട്ട് കരഞ്ഞവരുണ്ട്. അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിൽ കരയാത്ത മനുഷ്യന്മാര് ഈ ജാറത്തിന്റെ പച്ചപ്പതപ്പിന്റെ മേലെ കയ്യും വെച്ച് കരഞ്ഞവരുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം പറയണമെന്ന് തോന്നും അല്ലേ? കരഞ്ഞിട്ടുണ്ട്. ഈ ഖബർ കിടക്കുന്ന ഷെയ്ഖിനോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞവരുണ്ട്. വലിയ വലിയ സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാര് അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, പാവപ്പെട്ട മനുഷ്യരെ ബേക്കിൽ നിർത്തിയിട്ട് പറയാണ്, ഉപ്പാപ്പാ ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വന്നതാട്ടോ, ഇനിയും ഞങ്ങൾ വരും, ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങി തരണേ ഉപ്പാപ്പാ, ഖബർ ഞങ്ങളും കിടക്കേണ്ടതാണല്ലോ ഉപ്പാപ്പാ, ആ ഖബറിൽ ഞങ്ങൾക്ക് ശിക്ഷ ലഘൂകരിച്ച് തരണേ ഉപ്പാപ്പാ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, പിന്നെ എന്താണ് പ്രാർത്ഥന? അള്ളാഹിനോട് മാത്രം പറയാനുള്ളത് പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ചിന്തിക്കണേ, ആലോചിക്കണേ. ആ ഖബർ, മുത്ത് നബിയുടെ ഖബർ പോലും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ പോലും എത്ര ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തിയത് എത്രയെന്നറിയോ? ഒരു ചാണോളമാണ് എന്ന് അനസ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലോകത്തോട് പറയുന്നു. നബിയുടെ ഖബർ കണ്ട സ്വഹാബികളാ പറഞ്ഞത്, റസൂലുള്ളാന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രമേ പൊന്തി നിന്നിട്ടുള്ളൂ. ആ നഹ്വം മിൻ ശിബ്ർന, ഒരു ചാണെന്ന് മുഴുവൻ പറഞ്ഞില്ല, ഏകദേശം ഒരു ചാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് മുത്തുനബി പറഞ്ഞു, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അൻ യുജസ്സൽ ഖബറു, ഖബറുകൾ കുമ്മായമടിക്കരുത് കേട്ടോ. മുസ്ലിങ്ങളെ കേട്ടോ, കൈതക്കാടിലെ മുസ്ലിങ്ങളെ കേട്ടോളി. അങ്ങനെ റസൂലുള്ള പറയാണ്, മുജാഹിദുകളുടെ നേതാവ്, സെലഫികളുടെ നേതാവ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും കേരളത്തിലെ ഒരു മൗലവി അല്ല പറയുന്നത്. ദാ റഹ്മത്തുൽ ലിൽ ആലമീനായ സർവ്വ മുസ്ലിങ്ങളുടെയും നേതാവായ പോരാ, അല്ലാഹു തആല ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽപ്പിക്കുന്ന, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം പ്രവേശനം കൊടുക്കുന്ന തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ, നമുക്കത് തള്ളിക്കളയാനാകുമോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഇങ്ങനെ വിട പറയുന്ന സമയത്ത് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടരെ? എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി, ഒരു ഉത്സവ കേന്ദ്രമാക്കി വിട്ടുകൊടുക്കരുത് അല്ലാ. ഇന്നും വിട്ടുകൊടുത്തിട്ടില്ല അല്ലാ. അള്ളാന്റെ റസൂലിന്റെ ദുആണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, പടച്ചവനെ എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, റബ്ബേ എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാ. അല്ലാഹ് സ്വീകരിച്ചില്ലേ? ഇന്നും കൊടുത്തോ? അവിടെ പോയിട്ട് ആർക്കെങ്കിലും നബിയുടെ ഖബറിലേക്ക് കൈ നീട്ടി നബിയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നബിക്ക് സലാം പറയാ, അതാ നമ്മളെ ബാധ്യത. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതാ നമുക്ക് ചെയ്യേണ്ടത്. നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക, നബിയുടെ പേരിൽ ധാരാളം സലാം പറയുക. നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബാങ്ക് കഴിഞ്ഞിട്ട്. അൽ വസീല എന്നൊരു പ്രത്യേക സ്ഥാനം ലോകത്ത് ഒരാൾക്ക് മാത്രമേ അല്ലാഹ് കൊടുക്കൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ ബാങ്കിന് ശേഷം അല്ലാഹുവിനോട് പറയാ, അത് മുഹമ്മദ് നബിക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. നബി, അല്ലാഹുവേ ആ അൽ വസീല നബിക്ക് കൊടുക്കണേ അല്ലാ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ? ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാ, പറഞ്ഞു തന്നതാ. അതുകൊണ്ട് ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് മരണബോധം ഉണ്ടാകാനാ. മുത്ത് നബിയാ പറഞ്ഞത്, എന്ത്? ഖബർ നിങ്ങൾ കുമ്മായി അടിക്കല്ലേ കേട്ടോ. അവിടുന്ന് ഞാൻ പോയത് അത് പറയാനാ. റസൂലുള്ള പറയാ, ഖബർ നിങ്ങൾ കുമ്മായി അടിക്കല്ലേ, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശല്ലേ. 2, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കല്ലേ. ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കല്ലേ. ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതല്ലേ. കൈതക്കാടിലെ മുസ്ലിങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ മരിക്കുമ്പോ, ഞങ്ങളെ വാപ്പ മരിക്കുമ്പോ വാപ്പാന്റെ ഖബറിന്റെ മേലെ ഒരു 786 എഴുതിയ ഒരു ചെറിയ സ്ലാബിന്റെ കഷ്ടം വാങ്ങി വെക്കാൻ, ഒരു മാർബിളിന്റെ കഷ്ടം വാങ്ങി ഒത്തുപണിയോടുകൂടി വെക്കാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല. ഒരു 10 20 വെട്ടുകല്ല് വാങ്ങി 2 ചാക്ക് സിമെന്റും കൊണ്ടുവന്ന് ഒരു അര ഗുഡ്സ് മണലും കൊണ്ടുവന്ന് ആ ഖബറൊന്ന് കെട്ടി മനോഹരമാക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായം അടിക്കരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത്. റസൂലുള്ള പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വീകരിക്കുകയാണ് നമ്മൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.